ഗൈസ്, അപ്പോൾ നമ്മുടെ കമ്മീഷനൊക്കെ കഴിഞ്ഞ വ്ളോഗൊക്കെ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അധ്യാപക വിദ്യാർത്ഥികളായിട്ടുള്ള ആൺകുട്ടികളൊക്കെ താമസിച്ചിരുന്നൊരു വീടാണിത്. അവരിവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. അവർ കോഴിക്കോട്, പാലക്കാട്, മലപ്പുറം എന്നിവിടങ്ങളിൽ നിന്നൊക്കെ എത്തി ഈ വീട്ടിൽ താമസിച്ചവരാണ് അവർ. അവിടെ ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ബസ്സിലിപ്പോൾ നമ്മുടെ ടീച്ചേഴ്സിനൊക്കെ വേണ്ടിയിട്ട് അവിടെ നിന്ന് പനിനീർ റോസയുടെ കമ്പൊടിക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. അവർ ഈ റോസ കമ്പ് പൊതിയുന്ന വേറൊന്നിനുമല്ല ഗൈസ്, നമ്മുടെ ടീച്ചിങ് മാനുവലിലാണ്. ഓ, ഇമോഷണലാണോ അരി? ചെറിയ ഒരു അറ്റാച്ച്മെന്റ് ഈ വീടിനോട് തോന്നിയിട്ടുണ്ടോ? സുരേഷ് പറയും. ഇർഫാന് തോന്നിയിട്ടുണ്ടായിരിക്കും. ചെറിയൊരു അറ്റാച്ച്മെന്റ് ഈ വീടുമായിട്ടുണ്ടോ? അഭിലാൽ എന്താ പറയണ്ടേ? നല്ല വീടല്ലേ ഡാശി? ഇതൊക്കെ ആണെങ്കിലും എല്ലാം പാക്ക് ചെയ്താ. ഇതെന്തൊരു ചൂല. ഗൈസ്, ഐ സ്റ്റിൽ റിമെമ്പർ ഇവരൊക്കെ ആദ്യമായിട്ട് ഞങ്ങളുടെ ക്ലാസ്സിലൊക്കെ വരുമ്പോൾ ഇവരുടെയൊക്കെ സംസാരം മനസ്സിലാകാൻ തന്നെ എനിക്ക് നല്ല പാടായിരുന്നു. കാരണം ഇവർ കൂടുതലും പ്രാദേശിക ഭാഷയിൽ സംസാരിക്കുന്ന ആൾക്കാരാണ്. അവർ ഞങ്ങളുടെ ട്രിവാൻഡ്രം ഭാഷ പഠിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചെങ്കിലും ഞങ്ങൾക്ക് തെറ്റി. ഞങ്ങൾ അങ്ങോട്ട് അവരുടെ ഭാഷയിൽ സംസാരിക്കേണ്ട അവസ്ഥയായിരുന്നു, പ്രത്യേകിച്ച് രസിലിനോട്. ഞങ്ങൾക്കിനി ഒരു എക്സാമും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ബുക്സ് എല്ലാം അപ്പുറത്തെ ഒരു അമ്മയുടെ വീട്ടിലേക്ക് സേഫാക്കി വെച്ചതിന് ശേഷമാണ് ഈ വീട് ഒഴിയുന്നത്. എന്തായാലും വന്നത് മുതലായി ഗായ്സ്. ആദ്യം എനിക്ക് ചാർട്ട് കൊണ്ടുവന്ന സാധനം തന്നു. ഇനി എനിക്ക് ചാർട്ടിൻ്റെ ആവശ്യമില്ലെങ്കിലും ആദ്യം കൂട്ടാൻ നന്നായി ഞാൻ സ്വീകരിച്ചു. ജസ്റ്റിൻ്റെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഇവർ പാക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർ ഈ വീട്ടിൽ നിന്ന് ഒഴിയുന്നതിന് മുമ്പായിട്ട് ഇവരിവിടെ ഇരുന്ന് ഓർമ്മകളായി ഇറക്കുകയാണ്. 2 minutes സൈലൻസ് ഫോർ ദം. കറി വെക്കുന്നതില്ല സാധാരണ രസമല്ലാണ്. പിന്നെ ചോറ് വെക്കുക ഞാനാണ്. ഈ അരിഞ്ഞിടലും കാര്യങ്ങളൊക്കെ ഇവരെല്ലാം കൂടി എന്തൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത്. അത് കഴിഞ്ഞ് എല്ലാവരും റെഡിയായി ഇറങ്ങിയതിന് ശേഷം ഞങ്ങളെല്ലാവരും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇവരാരും അങ്ങനെ ഇമോഷൻസ് എക്സ്പ്രസീവ് ഒന്നുമല്ല. ഇവർക്ക് അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ അമ്മയുടെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് അശ്വന്തിൻ്റെ വീട്. അതുകൊണ്ട് രാവിലെ എണീക്കുമ്പോൾ തന്നെ കാണാമെന്നാണ് അമ്മയും പറയുന്നത്. ബാക്കി സൂരജ് മലപ്പുറത്തു നിന്നാണ്. അബിലാലും രസിലും അടുത്തടുത്താണ്. എന്തായാലും ഫ്യൂച്ചറിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് ഇവരെല്ലാവരും ഒന്നിച്ച് ഇനിയും ഒത്തിരി തവണ കണ്ടുമുട്ടേണ്ടവരാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ആകട്ടെ. അശ്വന്തേ, അപ്പോൾ all the best guys and bye guys.